ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിഷേകിനോട് വളരെ മോശമായി തന്നെയാണ് കേട്ടോ ദേവബാല അവിടെ പെരുമാറിയത്. അതുകൊണ്ട് തന്നെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന മറ്റ് സ്റ്റാഫുകളെല്ലാം തന്നെ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ദേവബാല അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളാണോ അഭിഷേകിനെ ഇങ്ങോട്ട് വരുത്തിയത്? അവന് ഒത്താശ കൂടിയത് നിങ്ങളാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അവൻ്റെ ഈ പ്രേമ അഭ്യർത്ഥന ഞാൻ ഒരിക്കലും തന്നെ സ്വീകരിക്കുകയില്ല. അവൻ വീട്ടിലേക്ക് വരട്ടെ, അവന് ഉള്ള മറുപടി ഞാൻ അവിടെ നിന്ന് കൊടുത്തോളാം എന്നൊക്കെ ദേവബാല ബാക്കിയുള്ളവരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവബാല അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോഴത്തേനും അവർ സംസാരിക്കുന്നുണ്ട്. കൂടുതൽ പ്രശ്നമായെന്നാണ് തോന്നുന്നത്. നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങളൊക്കെ നടന്നത്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? കാരണം അപ്പോൾ ഗൗരി പറയുന്നുണ്ട്, ദേവുവിനിട്ടൊരു പണി കൊടുക്കണം, ദേവു ഈ പറഞ്ഞതിനൊക്കെ അവൾ പശ്ചാത്തപിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുള്ളൊരവസരം നമുക്ക് സാറിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും കാണിക്കുന്നത് സുനന്ദയുടെ വീട്ടിലാണ്. അപ്പോൾ മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഹെഡ് മാഷ്. അതിനുശേഷം തന്നെ സുനന്ദയോട് സംസാരിക്കുന്നുണ്ട്. മോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഭാര്യയോട്. അപ്പോൾ മോള് റൂമിലുണ്ടെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് ചെല്ലുന്നു. മോള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. വർക്ക് ചെയ്യുമെന്നല്ല അച്ഛാ, എന്താണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. മോളോട് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടൊരു കാര്യം ചോദിക്കാൻ. ഞാൻ കവലയിൽ പോയപ്പോഴാണ് ഒരു പരിചയക്കാരൻ ഒരു കാര്യം പറഞ്ഞത്. അച്ഛൻ എന്താ വളച്ചുകെട്ടില്ലാതെ കാര്യം പറഞ്ഞോ, എന്താണ് എന്ന് ചോദിക്കുന്നു. അതേ മോളുടെ കല്യാണക്കാരിയാണോ കേട്ടോ എന്ന് പറയുന്നുണ്ട്. മോളോട് ഞാൻ എപ്പോൾ പറഞ്ഞാലും മോള് ഒരിക്കലും തന്നെ സമ്മതിക്കുന്നില്ല. ഇനിയെങ്കിലും സമ്മതിക്കുമോ? പയ്യൻ എൻജിനീയർ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മോൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അവരോട് വരാനായിട്ട് പറയാം. ഇനി മോളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല അച്ഛാ. അപ്പോൾ അമ്മയും വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അച്ഛൻ അവരോട് വരാൻ പറഞ്ഞോളൂ. ഇനി അച്ഛനും അമ്മയ്ക്കും അതാണ് താല്പര്യമെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഭാഗ്യമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ. അങ്ങനെ അകത്തേക്ക് പോകുന്നു. വീണ്ടും സുനന്ദ പുസ്തകത്തിനിടയിൽ അഭിഷേകിൻ്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സുനന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അഭിഷേകിന്. പക്ഷെ പറയാൻ പറ്റിയിട്ടില്ല ഇതുവരേക്കും. അതുകൊണ്ട് തന്നെ ആ പ്രണയം ഇനി നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ അങ്ങനെ ചീന്തി കളയാട്ടോ സുനന്ദ ചെയ്യുന്നത് വിഷമത്തോടു കൂടി. കാരണം ഇനി ഒരിക്കലും അത് പുറത്ത് പറയാൻ പറ്റിയിട്ടില്ല. അതങ്ങനെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നീട് ദേവബാല വീട്ടിലേക്ക് വരുന്നു. ദേവുവിൻ്റെ ഇന്നത്തെ ഒരു കാര്യങ്ങളെല്ലാം കാണുമ്പോൾ മുത്തശ്ശിക്ക് അത്ഭുതമാണ്. കാരണം കിണ്ടിയിൽ വെള്ളം എടുത്ത് കാലൊക്കെ കഴുകിയിട്ട് വരികയാണ്. അപ്പോൾ ദേവു, നീ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ, എങ്ങനെയൊന്നും നീ ചെയ്യാറില്ലല്ലോ. അമ്മമ്മേ എന്നും ദേഷ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വരാറ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. എൻ്റെ ശത്രു അവനടിക്കാനുള്ള വടി എൻ്റെ കയ്യിൽ തന്നെ തന്നിരിക്കുകയാണെന്ന് പറയുന്നു. ദേവ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അമ്മമ്മ. അതെ അമ്മമ്മേ, അഭിഷേകില്ലേ അവൻ എന്നോട് പ്രേമാഭ്യർത്ഥന നടത്തിയിരിക്കണം. എന്താണ് അവൻ പറഞ്ഞത്? അതെ അമ്മമ്മേ, അവന് എന്നെ ഇഷ്ടമാണത്രേ. ഇത്രയും കാലം അവൻ്റെ മനസ്സിൽ ഞാനായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രേമലേഖനം അവൻ എനിക്ക് തന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കരനാണല്ലോ, അവന് ഒരിക്കലും തന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അവനിങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അമ്മമ്മ ഒന്നും പറയാൻ പോകണ്ട. കാരണം അവന് ജീവിതകാലം മുഴുവൻ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്ത വിധത്തിലുള്ളൊരു കാര്യമല്ലേ അവൻ എന്നോട് പറഞ്ഞത്. എന്തായാലും അവൻ്റെ ഇട്ടൊരു പണി കൊടുക്കുക, മുത്തശ്ശി എൻ്റെ കൂടെ കൂടിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റു. പക്ഷേ എന്താണെന്നറിയോ കാര്യം, നീ ഒരു കല്യാണപ്രായമായ പെൺകുട്ടിയാണ്. അവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന നല്ലൊരു കല്യാണാലോചന നിനക്ക് വരുമോ? അതൊക്കെ വരും അമ്മമ്മേ. എന്നെ കെട്ടാനൊക്കെ ആളുകൾ വരും. അവന് ഞാൻ ഇട്ടൊരു പണി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ദേവരാജനോട് പറയാൻ നിൽക്കുവാണ് നിൻ്റെ കല്യാണക്കാര്യം. നമുക്കൊന്ന് നോക്കിയാലോ? കല്യാണപ്രായമായല്ലോ. നോക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ കല്യാണം കഴിക്കാൻ വരുന്നവൻ ടോവിനോ തോമസിനെ പോലെയോ അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലെയോ ഉള്ളൊരു നല്ല സൗന്ദര്യമുള്ള ഒരാളായിരിക്കണം. എങ്കിൽ നിങ്ങൾ നോക്കിക്കോ. അത് കണ്ടിട്ട് അഭിഷേകിന് അസൂയ വരണം ഇവളോട് ഇങ്ങനെ പ്രപ്പോസൽ നടത്തിയതിന് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മമ്മയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ഗൗരി അഭിഷേകിനെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ ദേവബാലയുടെ മെയിലിൽ ഞാനാണ് ആ മെസ്സേജ് അയച്ചതെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്താ ഗൗരി പറയുന്നത്? താൻ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ദേവുവിൻ്റെ സ്വഭാവം തനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ആണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. എനിക്കിപ്പോൾ മനസ്സിലായി സാർ എന്ന് പറയുന്നു. ഞാൻ എന്തായാലും ദേവബാലയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. താൻ എന്നെയല്ല, ദേവുവിനെയല്ല ചതിച്ചിരിക്കുന്നത്, എന്നെയാണ്. ഇതെനിക്കൊരു എത്ര ബുദ്ധിമുട്ടുണ്ടാക്കും താൻ അറിഞ്ഞു എന്നൊക്കെ ഗൗരിയോട് പറയുന്നുണ്ട്. സോറി സാർ, ഇവനെ കണ്ട് എല്ലാ കാര്യങ്ങളും പറയാമെന്നൊക്കെ പറയുന്നു. താൻ തീർച്ചയായും അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
പിന്നീട് രാത്രി അഭിഷേകിനെ കാത്തുകൊണ്ട് നിൽക്കട്ടോ ദേവബാല, കാരണം അവനോട് 2 വാക്ക് സംസാരിക്കണം. അങ്ങനെ അഭിഷേക് വരുമ്പോഴത്തേനും ദേവ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഹെൽമെറ്റ് മാറ്റുമ്പോൾ തന്നെ വീണ്ടും ഹെൽമെറ്റ് ഇടുകയാണ്. എന്താടോ ഈ ഹെൽമെറ്റ് മാറ്റി, തൻ്റെ മുഖം ഒന്ന് കാണട്ടെ, താൻ മാറ്റടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഒരാൾ വന്ന് പ്രേംപൂജാരി വന്ന് നിൽക്കുന്നത് കണ്ടോ, ഇവരെന്നോട് പ്രേമാഭ്യർത്ഥന നടത്തിയ ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താടാ നിനക്ക് ധൈര്യമുണ്ടോ, ഇവിടുത്തെ ഒരു കുട്ടി ഇവിടെ നിന്ന് ജീവിച്ച നീ ഇവിടുത്തെ ഒരു കുട്ടിയെ നീ പ്രണയിക്കോ, നീ എന്താ ഈ പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മമ്മേ ഇവർ എന്നോട് ഭയങ്കര പ്രണയമാണ്, ഇനിയൊരിക്കലും ഇവൻ്റെ വായ തുറന്നു പോവില്ല, അമ്മമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്നൊക്കെ അഭിഷേക് പറയുമ്പോഴും അമ്മമ്മയും അതുപോലെ തന്നെ ദൈവം ഒന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അഭിഷേക് റൂമിനകത്ത് പോയി കഥ അടയ്ക്കാട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം തന്നെ ദേവരാജൻ മാഷ് പിറ്റേ ദിവസം രാവിലെ മാഷിനെ തെരഞ്ഞു വരുന്നുണ്ട് അഭിഷേക്. എന്നിട്ട് പറയുന്നുണ്ട്, മാഷെ ഞാൻ ഇവിടുന്ന് വീട് മാറിയോ എന്ന് ആലോചിക്കുകയാണെന്ന് പറയുന്നുണ്ട്. എന്താ ഇപ്പം പെട്ടെന്ന്, അമ്മയെ കാണുന്ന കാര്യമൊന്നും ഇപ്പം അറിയില്ല, ഇനിയിപ്പോൾ ഞാൻ എന്തായാലും മാറട്ടെ, അതൊന്നല്ല കാര്യം, വേറെ എന്തോ കാര്യമുണ്ട്. അതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം, എനിക്ക് എൻ്റെ വിഷമങ്ങൾ ഞാൻ മാത്രം സഹിച്ചാൽ പോരെ, മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നടക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. മോനെ അതുമല്ല നിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് എന്ത് വേറെ, ഇത് ആദ്യമായിട്ടില്ലല്ലോ ദേവും അതേപോലെ തന്നെ അമ്മായി നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ. അത് കുറച്ച് പ്രശ്നമുണ്ട് സർ, അങ്ങനത്തെ ആ കഥയെല്ലാം തന്നെ പറയുന്നുണ്ട്. ഞാനല്ല, ആ ദേവുവിൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്ന് ഞങ്ങളുടെ സ്റ്റാഫ് അയച്ചതാണ്, ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു, ദേവുവാണെങ്കിലോ എന്നെ ഒരുപാട് ദേഷ്യപ്പെട്ടു എന്നോട് എന്നൊക്കെ പറയുന്നുണ്ട്. ദേവരാജ മാഷക്ക് ഒരു അത്ഭുതത്തോടു കൂടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ എനിക്ക് നീ അവളെ സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ അവൾ നിന്നെ സ്നേഹിക്കുന്നതോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് ആഗ്രഹമുണ്ട് അവളെ നിനക്ക് കല്യാണം കഴിച്ച് തരാനൊക്കെ, പക്ഷേ ഒരിക്കലും തന്നെ നിൻ്റെ ജീവിതം ഒരിക്കലും നന്നായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അവളുടെ രീതി അങ്ങനെയാണ്. ഈ ലോകത്ത് അവളോട് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു മനസ്സ് അത് നിനക്ക് മാത്രമേ ഉള്ളൂ മോനെ, വേറെ ആർക്കുമില്ല. പക്ഷേ എന്നാൽ നിൻ്റെ ജീവിതം സുരക്ഷിതമാവണം, അല്ല ആ ഒരു പ്രണയമൊക്കെ വിട്ട് കളയണം, ദേവുവിനോട് ഒരിക്കലും പ്രണയം തോന്നാൻ പാടില്ല എന്നൊക്കെ ദേവരാജൻ മാഷ് പറയുന്നുണ്ട്. കാരണം നിൻ്റെ ഭാവിയാണ് എനിക്ക് പ്രധാനം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു അച്ഛനെന്ന നിലയിൽ എനിക്ക് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ നിന്നോട് പറഞ്ഞു തരികയാണെന്നൊക്കെ പറയുന്നുണ്ട് ദേവരാജ മാഷ് അങ്ങനെ അഭിഷേകിനോട്. അപ്പോൾ അഭിഷേകിന് ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട്. കാരണം ഇങ്ങനെയൊന്നും മാഷ് നമ്മുടെ പറയുന്നത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല.